അപ്പം അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് നെല്ലിയാൽ മതി ഒരു ട്രിപ്പ് സ്റ്റാൻഡ് ഇട്ടാ. അപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക ഹെറിറ്റേജ് ബംഗ്ലാവ്, കുറച്ച് പഴക്കങ്ങളുള്ള ഒരു ബംഗ്ലാവ് എന്നൊക്കെയാണ്, കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അപ്പോൾ കാണിച്ചു തരാം. ഹെറിറ്റേജ് ബംഗ്ലാവിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ട? ഹെറിറ്റേജ് ബംഗ്ലാവ് അടിപൊളിയല്ലേ? ഇത് 1900-കളിലാണ്ട് പണിതിട്ടുള്ളതെന്ന് പറഞ്ഞത് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അത്യാവശ്യം പഴക്കമുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അറിയാം പഴയ മോഡൽ റൂമുകളും കാര്യങ്ങളൊക്കെ. ബാത്റൂമൊക്കെ വലിയ വിശാലമായ, കുഴപ്പമില്ല, അടിപൊളിയാണ്. ഞാൻ പിടിച്ചിട്ട് അയ്യോ ഉൾഭാഗം കാണിച്ചാൽ എന്തായാലും പുറമേന്ന് കാണാൻ അവിടെ വേറെ കൊട്ടസും കാര്യങ്ങളുണ്ട്. ഇവരൊന്നും ഞങ്ങളുടെ കൂടെ ഉള്ളവരല്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിനുള്ളിൽ 5 റൂമാണ് ഉള്ളത്. നമ്മളൊരു 17 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നതിൽ കുറച്ച് പേര് ക്ഷീണം, പിന്നെ ഒന്ന് ഫ്രഷപ്പ് ആവുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നു. റൂമേഴ്സ് ഓരോന്ന് കാണിച്ചു തരാം. കറണ്ടും പോയാ? ഇതൊരെണ്ണം. ഇതിലിപ്പോൾ അവൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല, ചിലതിൽ മാത്രം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ. അടച്ചെടുക്കുക. ബോസ്, രാജു 2023 അതിൽ ക്യാപിറ്റൽ ലെറ്റർ 6 ഇട്ടാ. ഇതെന്തത് വിശാലം കണ്ട, അത്രയും വലിയ ബാത്റൂമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ പോണു. പറഞ്ഞോ. ഇത് രണ്ടാമത്തെ. ഇതിൽ നിന്ന് നമ്മൾ സെക്കൻഡ് റൂം കണ്ടതിലേക്കും കിടക്കാം, അങ്ങോട്ടും കിടക്കാം, നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കും കിടക്കാം. അങ്ങനെ അത്രയൊക്കെ തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഹെറിറ്റേജ് ബംഗ്ലാവിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് 3 പെർ ഹെഡ് 3000 അത്രയാണ് നമുക്ക് പരിപാടി വരുന്നത്. പിന്നെ ജീപ്പിന് വേറെ വരുന്നുണ്ട്, ജീപ്പിന് വേറെ. അതേപോലെ നമുക്ക് ഫോറസ്റ്റ് എൻട്രി ഉണ്ട്, അതുപോലെ ജീപ്പിൻ്റെ ഫോറസ്റ്റ് എൻട്രി, അങ്ങനെ കാര്യങ്ങൾ. പുള്ളിക്കാരനാണ് സംഭവം, ഇതൊന്നും തോന്നിട്ട് അറിയില്ല, ഞാൻ വെറുതെ പറഞ്ഞതുള്ളൂ. കാര്യമാക്കട്ടെ, ആകെ കൂടി കണ്ടുപിടിച്ചൊരു ഫോട്ടോ അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാ റൂമിലും കണ്ടിട്ട് നിന്റെ ഇവിടെ മാത്രമേ കത്താത്തുള്ളൂ, ഇവിടെ മാത്രമേ ലൈറ്റ് കത്താത്തുള്ളൂ. സ്മിത്താട്ടാ കുത്ത്. കറണ്ടില്ല എന്നല്ല ഞങ്ങളിവിടെ പറയണ. ഈ ഭാഗത്ത് സെക്ഷൻ തന്നെ പോയിന്റ് DB തുറന്നിട്ടൊന്ന് കയറിയ അപ്പൊ ബൾബ് പോയി. 7:34. അപ്പം നമുക്ക് നൈറ്റ് ജസ്റ്റ് ഒരു സഫാരി ഉണ്ട് ഇവരവിടെ. അപ്പോൾ അതിന് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. നാളെ മോർണിംഗ് നമുക്ക് വ്യക്തമായിട്ട് എല്ലാം കുറിച്ച് പറയാട്ടോ. 3000 പെർ ഹെഡ് മേടിച്ചിട്ട് ഇവർ നമുക്ക് തരുന്ന സേവനങ്ങളും ഇവിടെയുള്ള സൗകര്യങ്ങളും. നമുക്ക് നൈറ്റ് സഫാരി കാണുന്ന മുമ്പ് റിസോർട്ടൊക്കെ എങ്ങനെ എത്തിയെന്ന് അറിയണ്ടേ. അപ്പോൾ നോർമലായിട്ട് നെല്ലിയാമ്പതി വരുമ്പോൾ ആകെ കൂടിയുള്ളത് ഓഫ് റോഡാണ്. അപ്പോൾ ആ റൂട്ട് തന്നെയാണ് നമുക്ക് മിസ്റ്റ് വാലിയിലേക്കുള്ള എൻ്റെ ആ വഴി വരുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ഒരു ജീപ്പിന് 3000 രൂപയാണ് ഇവിടുത്തെ നമ്മൾ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന റേറ്റ് കേട്ടോ. ഇനി മാറില്ലെന്ന് അറിയില്ല. അതേപോലെ ഫോറസ്റ്റ് നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഇത് കിടക്കണമെങ്കിൽ ഒരാൾക്ക് 80 രൂപ വെച്ച് കൊടുക്കണം. അതേപോലെ ഒരു വണ്ടിക്ക് 100 രൂപ വെച്ച് വേറെ അഡീഷണൽ നമ്മൾ കൊടുക്കണം, പേ ചെയ്യണം.
എല്ലാം ഓൺലൈൻ വഴി മറ്റേ ഗൂഗിൾ പേ വഴിയാണ്. ക്യാഷും കാര്യങ്ങളൊന്നും പറ്റില്ല. ഒക്കെ ഗൂഗിൾ പേ വഴി വൈഫൈയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. റേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ അവിടുത്തെ വൈഫൈ നമുക്ക് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്ത് അങ്ങനെ പോവാം. അപ്പോൾ ഇത് നമുക്ക് പറയുന്നത് 14 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ് ഫുൾ ഓഫ് റോഡ്. 2 മണിക്കൂർ ഏകദേശം അടുത്തുണ്ട് ഈ ഓഫ് റോഡ് ഇങ്ങനെ തന്നെ. അതിൻ്റെ ഇടയിൽ നമുക്ക് നോർമലായിട്ട് 2 വ്യൂ പോയിൻറ്റ്സ് കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ നേരെ റിസോർട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻറ്റ്, ഈ വ്യൂ പോയിൻ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നെല്ലിയാമ്പതി വന്നിട്ടുള്ളവർ അവിടെ നിന്ന് പോകുന്തോറും നല്ല രീതിയിൽ നല്ല ഹാർഡായി വരുന്നുണ്ട് റോഡും കാര്യങ്ങളൊക്കെ. നമ്മൾ ഫസ്റ്റ് കണ്ട പോലെയല്ല, അതിനെക്കാട്ടും ഹാർഡായി തോന്നുന്നുണ്ട്, എന്നാൽ സിമ്പിളായിട്ടും തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെയാണ്, നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നമ്മളവിടെ വരെ എത്തും. അത്രേ പറയാൻ പറ്റുള്ളൂ. പോണ വഴി അടിപൊളിയാണ്. പിന്നെ തണ്ടലിൻ്റെ കേസൊക്കെ പറയാമല്ലോ, ഓഫ് റോഡാണ്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് പോവുക. അതൊക്കെ ചിലപ്പോൾ സൈഡിലൂടെ പോയി വരും, തണ്ടലും കാര്യങ്ങളൊക്കെ അത് എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ പോവാണ്. അപ്പോൾ ഇനി നേരെ റിസോർട്ടിലേക്കുള്ള എൻട്രി. അങ്ങനെ രണ്ടാമത്തെ വ്യൂ പോയിന്റ് ഞങ്ങൾ കണ്ട് പതുക്കെയൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. ഇവിടെ നേരെ നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ ഹെറിറ്റേജ് ബംഗ്ലാവ് അങ്ങനെയാണ് പോണത്. അപ്പോൾ റോഡൊക്കെ ഇതേപോലെയൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കുലുങ്ങി തന്നെയാണ് അവിടേക്ക് എത്തുള്ളൂ. ബാക്കി നമുക്ക് എന്നിട്ടുള്ള നൈറ്റ് സഫാരി കണ്ടിട്ട് ബാക്കി. ആനന്ദ ഹൃദയാരണ്യ സ്വരലാവണ്യ പ്രണയാരവം നയനാലിംഗ നവകേദാര മനസാ. അവിടെ കൊമ്പുള്ള ഒരെണ്ണം ലെഫ്റ്റ് സൈഡ് ഞങ്ങളങ്ങനെ 3 വണ്ടി ആൾക്കാരുണ്ട്. അതിന് പുറമെ ഇവിടെ മൊത്തം 80 ഗസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി വന്നിട്ട് ആകെ ക്രൗഡാണ്. എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നിടത്തോളം കാണാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആകെ കൂടി നമ്മൾ നിലവിൽ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്. വേറെ അങ്ങനെ നിലവിലൊന്നും കണ്ടിട്ടൊന്നുമില്ല. ബാക്കി നമുക്ക് വരുമ്പോൾ പോണനുസരിച്ച് ബാക്കി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാക്കി കാണാം. ബാക്ക്ഗ്രൗണ്ടിൽ സംസാരം കാര്യങ്ങളൊന്നും കാര്യമായിട്ടുള്ളൊന്നും ഇല്ല. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഞങ്ങളോടും പറഞ്ഞു പോണതാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ കേട്ടിട്ട് പോവാം. അപ്പോൾ ഓക്കെ. ബില്ലാണ്ടായിട്ടിരിക്കണേ ഇതാണ്ട് ഈ ഒരു സീൻ കഴിഞ്ഞപ്പോൾ കണ്ടതാണ് ഞങ്ങൾ ഈ സാധനം. ഫസ്റ്റ് കണ്ടപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒരെണ്ണത്തിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടേ പിന്നെ പെട്ടെന്ന് പറഞ്ഞാൽ കാണുമ്പോൾ
കിളി പോലും ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഇത്ര അധികം ഒരുമിച്ച് ബാക്കിലുണ്ടായിരുന്നോ എന്നുള്ളത് പോലത്തെ. പിന്നെ ഇതേപോലെ സൈസുള്ളവരൊക്കെ ഇടയ്ക്ക് നിലക്കൊക്കെ വന്ന് പോവും, അവരങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. സത്യം പറയാലോ വളരെ മോശം ഫുഡ്. നമുക്ക് ആ 3000 പെർ ഹെഡ് കൊടുക്കണതിലുണ്ടായിരുന്നാണ്. ഞങ്ങൾക്കത് ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, 3000 കൊടുത്തിട്ടില്ല. എന്നാലും നമുക്ക് പറയാമല്ലോ ഫുഡ് ഭയങ്കര മോശമായിരുന്നു. അതേപോലെ നമുക്ക് ജീപ്പ് സഫാരി 3 വണ്ടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. 2 വണ്ടി എടുത്തതിൽ ഭയങ്കര ബാഡ് അഭിപ്രായമാണ് അവർക്കുണ്ടായിരുന്നത്. കാരണം അവർ വന്നിട്ട് ഞങ്ങളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയത്. അപ്പോൾ അത്രയും നേരത്തെ അവരെത്തിച്ചു വന്നു. അപ്പോൾ അവരധികം കറക്കി കാര്യങ്ങളൊന്നും ചെയ്തൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ ഡ്രൈവർ അടിപൊളിയായ കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഒന്ന് കറക്കിയിട്ടാണല്ലോ കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് ഓക്കെയാണ്. സഫാരി ചെയ്തിട്ട് ഞങ്ങളൊരു 5 പേര് ഓക്കെയാണ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. എന്തായാലും ബാക്കി നമുക്ക് കാണാം. നാളെ എന്തോ പുതു കാഴ്ചയെന്തോ കൂടെ ആരോ ഇനി പോണതെങ്ങോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് മോർണിംഗ് കുഴപ്പമില്ല, മഞ്ഞും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ പോണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൈറ്റ് നമ്മൾ സഫാരിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരും പറയുമല്ലോ പുലി വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ആ സ്ഥലമാണ് ഇതെന്നൊക്കെ. അപ്പോൾ അത് കാണാൻ വന്നിട്ടുള്ളതാണ്. പുലിണ്ടാ പുലി ആരുമില്ലേ മോശയിലോ? ആരാ പറഞ്ഞ മറ്റേ അവിടെ ഉണ്ടായിരുന്ന തൊപ്പിച്ചെല്ലാം കിട്ടി പറഞ്ഞ എത്ര അതും കഴിഞ്ഞ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് പുട്ടുണ്ട് പൂരിയുണ്ട്, ഏത് വേണമെങ്കിലും കഴിക്കാം. അത് നമ്മളെടുത്തിട്ടുള്ള പാക്കേജിൽ പെടുന്നതാണ്. നമുക്ക് പറയുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് ഭൂരിയായാലും പുട്ടായാലും ഒന്നിനൊന്ന് മെച്ചം. പക്ഷെ ഇന്നലെ നൈറ്റത്തെ ഡിന്നർ വൻ ശോകമായിരുന്നു എല്ലാവർക്കും. നമുക്ക് എന്തും കഴിക്കാം. ഫസ്റ്റ് വന്നപ്പോൾ പുട്ട് കഴിഞ്ഞൊക്കെ ഇരുന്നപ്പോൾ രണ്ടാമത്തെ സ്റ്റോക്കായപ്പോൾ പുട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നേക്കണം. എല്ലാവരും പുട്ടിന് നല്ല അഭിപ്രായം പറഞ്ഞു. ഭൂരിയും കുഴപ്പമില്ല, പുട്ടും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞ ലാസ്റ്റ് ആരെ കൊണ്ട് കയറാൻ നേരത്തെ ഒരു കേസ് കൂടി എടുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ വേറെ കാലത്ത് കറണ്ട് പോരാ 4:00 കറണ്ട് പോയി. പിന്നെ കറണ്ട് വന്ന് 7 മണിക്കാണെന്ന് തോന്നുന്നത്. ഫോണൊക്കെ ചാർജ് ചെയ്യാൻ ബാത്റൂമിൽ പോണ നേരത്തും കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. മൊബൈലൊക്കെ എത്തിച്ചിട്ട് ബാത്റൂമിൽ പോയി വരാൻ നേരത്ത് നമ്മളൊരു രാത്രി 4 മണിക്ക് കിടന്നേ. 5 മണിക്ക് കറണ്ട് പോയി. അങ്ങനെ പിന്നെ എന്തോ ഒരു മോർണിംഗ് വാക്ക് വിത്ത് ഗൈഡിന്റെ കൂടെ ഒരു മോർണിംഗ് വാക്ക് അങ്ങനെ എന്തൊക്കെയോ ഇതില് പാക്കേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല അല്ലേ? അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഒരു സംതിങ് ഒരു ഫുൾഫിൽ ആവാത്തൊരു ഇതാ തോന്നിയ. അത്രയും പൈസ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് വെള്ളമെങ്കിലും അറ്റ്ലീസ്റ്റ് കുടിക്കാൻ വെള്ളം കിട്ടി കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളം ടാപ്പിൽ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടാണോ വരുന്നത്? സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞില്ല കിടന്നുറങ്ങി 9 മണിക്ക് ആള് കിടന്നുറങ്ങി തോന്നുന്നുണ്ട്. അല്ല ഇവിടുന്ന് പോയിട്ട് 10:30 ആള് കയറി വാതിലടച്ച ആളില്ലേ പോയി. പിന്നെ വാതിലെ പറ്റിട്ട് എനിക്കില്ല. കഴിഞ്ഞൊരു കുറെ നേരം കഴിഞ്ഞിട്ട് പിന്നെയും പോയി വിളിച്ചപ്പോൾ എനിട്ടു. പിന്നെ വെള്ളമല്ലേ ഉള്ളത് തന്നു പറഞ്ഞു. പിന്നെ പൈപ്പിൽ നിന്ന് എടുത്ത് കുടിച്ചോളാം പറഞ്ഞു. പിന്നെ കുടിക്കാതിരിക്കാൻ നിവർത്തില്ലാതെ ഞങ്ങൾ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്കൊരു ചെറിയ ചാൻസ് ഇതുണ്ടാവുമല്ലോ, നല്ല വെള്ളമാണോ എന്നിട്ടാണെന്നുള്ളത്. മലമുകളിലൊക്കെ പോകുമ്പോൾ നമ്മള് പുറത്തൊക്കെ പോകുമ്പോൾ പോയിട്ട് വല്ല ടൈഫോയിഡോ കാര്യങ്ങളുള്ളതാണോ വെള്ളത്തിൽ നിന്ന് അറിയാത്തതുകൊണ്ട് അല്ല പറഞ്ഞിരുന്നാലും നമുക്കത് ചിന്തപ്പാടുണ്ടാവില്ല. അപ്പൊ വെള്ളം ഇങ്ങനെ 2 ബോട്ടിലും വേണ്ടതായിരുന്നു. മൊത്തത്തിൽ അതിനെയാണ് കുഴപ്പമില്ല. ഇനി വെള്ളം വേണ്ട. ശരി. എന്തെങ്കിലും പറയണ്ട ഇപ്പത്തെ റിസോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ട ആർക്കെങ്കിലും?
ആ ബംഗ്ലാവ് അടിപൊളിയായിരുന്നു. ബാക്കി കാര്യങ്ങള് ഇപ്പൊ പറഞ്ഞ് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല ഇവിടെ രാത്രിത്തെ നൈറ്റ് കുഴപ്പമുണ്ടായിരുന്നില്ലേ? ഫുഡൊക്കെ വളരെ മോശം ഫുഡ്. ഗീ റൈസ് ഉപ്പുമാവ് തന്ന് പറ്റിച്ച്. ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ അതിനുള്ളൊരു ഭക്ഷണം ഒന്നല്ല അവര് തരുന്നത്. ഗീ റൈസ്, ചിക്കൻ കറി, ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് ഗീ റൈസ് ശരിക്കും എനിക്ക് തോന്നുന്നു മറ്റേ മൈദമാവ് കുറിക്കിയ പോലെ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി മൈദമാവ് കുറിക്കിയ പോലെ ഗീ റൈസ്. ചിക്കൻ കറിയൊക്കെ സാമണസ കറി. ഫുഡ് വളരെ മോശമായിരുന്നു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബെറ്റർ ആയിരുന്നു രാത്രിയൊക്കെ കേട്ടോ. ഇത് 3000 എടുക്കുകയാണെങ്കിൽ നഷ്ടല്ലേ? ഇത് നൈറ്റ് സഫാരി പിന്നെയും കുഴപ്പമില്ല. അത് ഞങ്ങൾക്ക് ഒരു വണ്ടിക്ക് മാത്രമേ അത്ര നല്ല എക്സ്പീരിയൻസ് കിട്ടിയുള്ളൂ. ബാക്കി 2 വണ്ടിക്ക് ഇത്തിരി ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ബംഗ്ലാവിലത്തെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി അത്ര ചുവയില്ലേ, ഒരു കാര്യത്തിന് ആയില്ലാത്ത പോലെ അല്ലേ? ആൾക്ക് ശമ്പളം കൊടുക്കണ്ടാവില്ലേ? അല്ല കാശ് കിട്ടാണ്ടാണോ അങ്ങനെ പണിയാത്തെന്ന് അറിയില്ലേ? പണിക്കാശ് കൊടുക്കുന്നുണ്ടാവില്ലേ? ആൾക്കാർ വന്ന് പോയിക്കോളും എന്നുള്ള പോലെയാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ പിന്നെ വരുന്നുണ്ടാവും തോന്നുന്നില്ല. കുറച്ചുകൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യണ്ടത്, കുറച്ചുകൂടി ബെറ്റർ ആകണം. ബാത്റൂമിന്റെ കേസ് ആയാലും ക്ലീനിങ് ആയാലും അങ്ങനെ നമ്മള് വേണം വിറക് വെച്ച് വെള്ളം തിളപ്പിക്കാൻ. തിളപ്പിച്ച വെള്ളം കൊണ്ടാ പോരാ, അവര് തിളപ്പിച്ചാന്നില്ല. വിറക് ഇവിടുന്ന് എടുത്ത് നമ്മള് ഞങ്ങള് 2 കൊള്ളി വിറക് വെച്ചിട്ട് കഴിഞ്ഞു. അത് നമ്മള് സിന എന്തേലും പറയണ്ട, പറഞ്ഞ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോ. 5 പൊക്കോ നമ്മള് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ റിസോർട്ടിലല്ല കേട്ടോ, അവിടെ നിന്ന് കുറച്ചും കൂടി വരണ്ടിക്ക് വരാണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പോണത്. നെല്ലിയാമ്പതി വരികയാണെങ്കിൽ മെയിനായിട്ട് ഓഫ് റോഡ് ആണല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞതാണ് ബ്രഹ്മരം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. അപ്പോൾ അതേപോലെ ഈ ഒരു ഭാഗം വേറൊരു സിനിമയിലൂടെയും വന്നിട്ടുണ്ട്. അതെന്ന് പറയാൻ പറ്റുമോ?